നമ്മൾ നല്ല നാടൻ മീൻകറി കഴിക്കുമ്പോൾ കൊടംപുളി ഇട്ട് വെച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് പറയില്ലേ. അപ്പോൾ ആ കൊടംപുളി എങ്ങനെയാ ഉണക്കണേ അതിന്റെ പ്രോസസ്സ് എന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ആദ്യം തന്നെ നമ്മൾ ജാതിക്കായുടെ കൂടെ കൊണ്ടുവന്ന കൊടംപുളി കഴുകി എടുക്കലാണ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയിട്ട് ഒട്ടുക്കത്ത പുളി എന്ന് പറഞ്ഞു, ഒട്ടുക്കത്ത പുളിയായിരുന്നു. വായന്ന് പുളി. അതാദ്യം തന്നെ അനിയൻ കഴുകി കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അമ്മയും അപ്പച്ചനും കൂടി ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നൂലിൽ കെട്ടി ഇത് ചെയ്തിട്ടാണ് അത് തൂക്കിയിടണം ചേകിൻ്റെ അടിയിൽ. അപ്പോൾ ആദ്യം തന്നെ അത് ക്ലീനാക്കി കഴുകി കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് നന്നാക്കൂട്ടാം. അപ്പോൾ ഡ്രയർ നമ്മുടെ ഫ്ലവറും ഇതൊക്കെ ഇരിക്കണ കാരണം നമ്മൾ ഡ്രയറിൻ്റെ ഉള്ളിലല്ലേ വെക്കണം. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഇടണമെങ്കിൽ ശരിക്കും പുക അടിച്ച് തന്നെ ഇത് ചെയ്യണം. അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് വരാം. അപ്പോൾ അത് നമ്മൾ ജാതിക്കയുടെ ചേകിൻ്റെ അടിയിൽ നേരെ അങ്ങനെ തൂക്കിയിടും. അത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കവറിലാക്കി കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ ഇല്ലനക്കരി ഉപ്പ് വെളിച്ചെണ്ണ കൂട്ടി തിരുമ്പും. അപ്പോൾ അത് നമുക്ക് ലോങ് വെക്കാൻ പറ്റും.